ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ ഈ മണി പ്ലാന്റ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നതെന്നല്ലേ? അതെ, ഇന്ന് മണി പ്ലാന്റിൻ്റെ കുറച്ച് ഗ്രോയിങ് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്രയും ബുഷിയായിട്ട് നിർത്തുന്നത് എന്നുള്ളത്. അതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഗ്രോയിങ് ടിപ്സ്. ഫസ്റ്റ് നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് വെൽത്ത്, ഹെൽത്ത്, ഗുഡ് ലക്ക്, നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. വാസ്തുപ്രകാരം അങ്ങനെയാണ് പറയുന്നത്. വാസ്തുവിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഈ മണി പ്ലാന്റിന്. മണി പ്ലാന്റ് എന്നുള്ള പേര് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഒത്തിരി വിശ്വാസമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. എൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മണി പ്ലാന്റ് ഉണ്ടാവും, റൂമിലുണ്ടാവും, എല്ലാവരും റൂമിൽ ഞാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ ഒരു ആകർഷണം അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു പച്ചപ്പും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലുള്ള ടെൻഷൻസൊക്കെ ഒരു ഇതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ അങ്ങനെ പോകാറുണ്ട്. സോ ഫസ്റ്റ് നമ്മളിതിന് നോക്കേണ്ട കാര്യം ലൈറ്റനിങ് ആണ്. ലൈറ്റ് റിക്വയർമെൻറ്റ് ഫോർ മണി പ്ലാന്റ്സ് എങ്ങനെയാണ്? വൈബ്രൻറ്റ് ഗ്രോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് വേണ്ടത്. ഡയറക്റ്റായിട്ട് ഒരിക്കലും കൊള്ളിക്കരുത്. വിൻഡോൻ്റെ സൈഡിൽ, റൂമിലാണെങ്കിലും വിൻഡോൻ്റെ സൈഡിൽ കൊണ്ടുവയ്ക്കുക. നിങ്ങളിപ്പോൾ ടേബിൾ മേലൊക്കെ വെച്ച് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ റൂമിൽ നിങ്ങൾക്ക് അധികം ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തും വെക്കാം. പക്ഷേ വൺസ് ഇൻ എ വീക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് അകത്ത് തന്നെ കൊടുന്ന് വെക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളിക്കരുത്, അത് പെട്ടെന്ന് നശിച്ചു പോകും, ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് അങ്ങനെ തന്നെ നിൽക്കും, വളരില്ല. അതോടൊപ്പം തന്നെ ചെയ്ത് നോക്കേണ്ടവർക്ക് നോക്കാം. നിങ്ങളൊരു വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് തോന്നും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. സോ അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാണ്ട് വെറുതെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് വാട്ടറിങ് ആണ്. വാട്ടറിങ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ടിപ്പിക്കലി ഒരു 7 to 10 days വരെ വാട്ടറിങ് ഇതിൽ അബ്സോർവ് ചെയ്ത് നിൽക്കും. ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇതിലുണ്ടാവും. പക്ഷേ നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അത് ജസ്റ്റ് ഒന്ന് വാടിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഓരോ മണ്ണിൻ്റെ ഒബ്സർവേഷൻ പോലെ ഇരിക്കും. ടിപ്പിക്കലി നമുക്കൊരു 7 days വരെ വെള്ളം അബ്സോർവ് ചെയ്യാം. മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മളൊരു ആഴ്ചയിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് മാസത്തിൽ 1-2 തവണ പാലുണ്ടല്ലോ, നമ്മൾ നോർമലി ചായ ഉണ്ടാക്കുന്ന പാല് നന്നായിട്ട് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് വെള്ളം ചേർക്കുക. ഡൈല്യൂട്ട് ചെയ്ത പോലെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്രയും തെളിയുള്ള വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. മാസത്തിൽ 1 പ്രാവശ്യം നന്നായിട്ട് ഗ്രോ അപ്പ് ചെയ്യും കേട്ടോ. കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറയാം. അതായത് യെല്ലോ ലീവ്സ് ഉണ്ടായിരിക്കും, ചീഞ്ഞ തണ്ട് ഉണ്ടായിരിക്കും, മണ്ണിൻ്റെ ഒരുമാതിരി മണം ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ടാണ് വരുന്നത് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ വെള്ളം ഒന്ന് വറ്റി മണ്ണൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇനിയിപ്പോൾ വല്ലാണ്ട് ചീഞ്ഞ് പോയ തണ്ടാണെങ്കിൽ അത് പറിച്ചെടുത്തിട്ട് ആ ചീഞ്ഞത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ചെറിയ വേരുകൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ വീണ്ടും റീപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇലകൾ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട് പെട്ടെന്നുണ്ടെങ്കിൽ, അധികം ഇലകൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുക. ആ ഒരു പോട്ടിൽ അതിന് സ്പേസ് പോരാത്തത് കൊണ്ടാണ്. കാരണം ഇതിന് വേരുകൾ ഒരുപാടുണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ സോയിൽ എങ്ങനെയാണ് വേണ്ടതെന്നാണ്. ബെസ്റ്റ് സോയിൽ എന്ന് പറയുന്നത് ചകിരിച്ചോറ്, മണ്ണ്, ഇത്രയും നമ്മൾ 1:1:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ എടുത്തിട്ട് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കാണുന്ന പോട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പോട്ടുകളൊക്കെ അത്യാവശ്യം വേര് ഊന്നിപ്പോവുകയും ചെയ്യും. അതേപോലെ ആ ഒരു മണ്ണ് ഞാൻ ഈ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫാസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ 4 മുതൽ 12 വീക്ക് വരെ കഴിഞ്ഞാൽ, അതായത് 12 ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുക, വേറെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് കട്ട് ചെയ്യുന്നതോറും അത്യാവശ്യം നമുക്കിതിൻ്റെ വളർച്ച വീണ്ടും വരികയാണ് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്തതുകൊണ്ട് നശിച്ചു പോകുന്നില്ല, വീണ്ടും പെട്ടെന്ന് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോട്ട് മിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷെ അതൊരു പരിധി വരെ നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് വീടിൻ്റെ അകത്ത് വെക്കുന്നതായതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിക്ക് മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ട് പോട്ടി മിക്സും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. വെറും പോട്ടി മിക്സ് മാത്രമായാലും ഒരുപാട് കണ്ടൻസ് കൂടുന്നതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാനോ ഒക്കെ ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് വീടിൻ്റെ അകത്ത് വെക്കുന്ന മണി പ്ലാന്റ്സിൻ്റെ കാര്യമാണ്. ഇനി വെള്ളത്തിൽ തന്നെ വെക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.